പക്ഷെ അതിൻ്റെ കാര്യം വേറെയാണ് കേട്ടോ സൈജു. കാരണം എൻ്റെ സമയം നല്ലതാണെന്ന് ജോത്സ്യം പറഞ്ഞിരുന്നു. അപ്പം ഈ ആടും വാഴയൊക്കെ പോലെ നിങ്ങൾക്കും 19 കോടി കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പേ ബാക്ക് ടൈമാണ്. ബിക്കോസ് എൻ്റെ പ്രൊഡക്ഷനിൽ ഒരുപാട് സിനിമകളിൽ സൈജു അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ മെമെൻറ്റോസ്. ആദ്യമായിട്ട് സൈജുവിൻ്റെ കൂടെ സൈജു പ്രൊഡക്ഷനിൽ ഭാഗമാകുന്ന ഒരു സിനിമയിൽ ചെറിയ നേരത്തെ പറഞ്ഞാൽ 1 മണിക്കൂറെങ്ങാണ്ട് ഞാൻ വന്നുകൊണ്ടത് ഞാൻ ചോദിച്ച് വാങ്ങിച്ച വേഷമാണ്. ആടിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സൈജു പലപ്പോഴും ഇങ്ങനെ മോഹിനിയാട്ടത്തിൻ്റെ തോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം ആടിൻ്റെ പൂജയുടെ അന്ന് തന്നെയാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ വരുന്നുവെന്ന് സൈജു അനൗൺസും ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സിനിമയിൽ ഞാൻ എന്തായാലും ഒരു റോള് ചെയ്യും. അപ്പോൾ ചെയ്യുമോ എന്ന് സൈജു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് എന്തായാലും ഒരു സീനെങ്കിലും ഞാൻ വന്ന് ചെയ്യും. കാരണം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് സൈജു. അതായത് 2009 തൊട്ട് ഞങ്ങളടുത്ത സുഹൃത്തുക്കളാണ്. ഇതേപോലൊരു ഞാൻ ചോദിച്ച പോലെ ഒരു കാര്യമാണ് സൈജു അന്ന് എന്നോട് വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചത്. എനിക്ക് നിങ്ങളുടെ സിനിമയിൽ ഒരു വേഷം തരുമോ ആടിൽ. അങ്ങനെ അരക്കലബും ഉണ്ടായി. അങ്ങനെ അപ്പോൾ സൈജുവിൻ്റെ ഇത് ഈ തോട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ പക്ഷെ അതിൻ്റെ കാര്യം വേറെയാണ് കേട്ടോ സൈജു. കാരണം എൻ്റെ സമയം നല്ലതാണെന്ന് ജോത്സ്യം പറഞ്ഞിരുന്നു. അപ്പം ഈ ആടും വാഴയൊക്കെ പോലെ നിങ്ങൾക്കും 19 കോടി കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. എനിവേസ് താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ് മീ. ഡയറക്ടറിന് ഒരുപാട് നന്ദി ഈ ക്യാരക്ടറിനെ വിളിച്ചതിൽ. ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകുന്നതിന്. പിന്നെ സൈജു എന്ന് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിലൊരാണ്. സൈജുവിൻ്റെ വളർച്ച അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഉയർച്ചയും താഴ്ചയും ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ് സൈജു. ഒരു ഫൈറ്ററാണ്. ഐ മീൻ ബേസിക്കലി ഒരു നടനാവണം അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണം എന്ന തീരുമാനത്തോടെ ഗോളോടെ ഇവിടെ വന്ന് അതിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഐ മീൻ അത് സൈജുവിനൊരു താഴ്ച ഉണ്ടായിരുന്നല്ലോ. വെൻ ഹി വാസ് ഡൗൺ ഹി കെപ്റ്റ് ഫൈറ്റിംഗ് ഫോർ ഇറ്റ്. ആൻഡ് ഇന്ന് പ്രൊഡ്യൂസറായും ആക്ടറായും നായകനായും വളരെ നല്ല ഉയരത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ആക്ടറായി നിൽക്കുന്ന സൈജുവിന് ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ്.